ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കന്യാകുമാരിയിലെ കുറച്ചു പേർക്ക് മാത്രം അറിയപ്പെടുന്ന മലമുകളിലെ മനോഹരമായ ഹനുമാൻ ക്ഷേത്രം. ഇവിടെ ഔഷധ ഗുണമേന്മയുള്ള ചെടികളും പാറയിൽ കൊത്തിയ ശില്പങ്ങളും നമ്മുടെ ശ്രീനാരായണ ഗുരു തപം ചെയ്ത ഗുഹയും കുറച്ച് പടികൾ കടന്നാൽ പിന്നെ നമ്മളെ വളരെയധികം ക്ഷീണിപ്പിക്കുകയും അത്രയ്ക്കും കഠിനമായ ഒരു ട്രക്കിങ്ങിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നേരെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിപ്പം വന്നിരിക്കുന്നത് കന്യാകുമാരിയിലെ മരുത്വ മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്ക് എല്ലാം ഞാൻ താഴെ തന്നെ നിർത്തിയിട്ട് ഇവിടെ മുതലാണ് നമുക്ക് ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 സ്റ്റെപ്സ് നിങ്ങൾ നടന്നു വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിമനോഹരമായ പാറയിൽ തന്നെ കൊത്തിയ ഒരു ശില്പവും അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ശിവനും ഉണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തീർത്ഥ കുളമാണ്, പുണ്യവെള്ളം എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 4-5 നമ്മളൊരു പുണ്യക്കുളം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കിതെല്ലാം ഓരോന്നോരോ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഈ സ്റ്റെപ്സ് മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ പക്ഷേ ഇവിടെ പൂജവെപ്പ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കയറുമ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി പേര് എഴുതി അത് ഇതെല്ലാം ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് അറിയില്ല, എല്ലാം പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഫസ്റ്റ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹനുമാനെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് തന്നെ. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ക്ഷേത്രം മൊത്തത്തിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഒരു പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രം മൊത്തം. നിങ്ങൾക്കിപ്പം ഞാൻ രണ്ടാമത് നമ്മൾ കാണുന്ന അയ്യപ്പനാണ്. നിങ്ങൾക്ക് അകത്ത് കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കാം, മൊത്തത്തിൽ ഒരു ചെതൽ പിടിച്ചൊരു രീതിയിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിപ്പോൾ അടച്ചിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഒത്തിരി പേരെന്ന് വെച്ചാൽ ഇവിടെ ഓരോരോ പേര് കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ അത് വൃത്തിയിടാക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഗണപതിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു ക്ഷേത്രം തുറക്കുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ശിവനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയും പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ കയറിയുള്ളൂ. നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ഭദ്രകാളി അമ്മനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഗണപതി, ശിവൻ, നാഗരാജാവ്, അതിന് തൊട്ടടുത്ത് തന്നെ പാറയിൽ കൊത്തിപ്പണിഞ്ഞ നമ്മുടെ ഹനുമാൻ്റെ ഒരു വിഗ്രഹവും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം റൈറ്റ് സൈഡിൽ തന്നെ വലിയൊരു രീതിയിൽ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇവിടെ തൊഴുതിട്ടും പോവാം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ ഒരു ഗണപതിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗണപതിയും കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടുത്തെ ഇനിയുള്ള ട്രക്കിങ് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിനി ഇനി കുറച്ച് സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പാറയാണ് കേട്ടോ വരുന്നത്. അപ്പം ഏകദേശം കുറച്ച് നല്ല അഡ്വഞ്ചർ ആയിരിക്കും തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടരങ്ങി മലയിൽ പോയതിനെ കാട്ടി അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വേണ്ട കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വരുന്ന കണ്ട പാറകൾ, പിന്നെ ഒരു കുറച്ച് സ്റ്റെപ്പ്, പിന്നെ നോക്കാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. മേളിൽ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു വെള്ള ഇതുപോലെ കാണുന്നുണ്ടോ? കുറച്ചൊന്ന് കയറിയുള്ളൂ, ഒന്ന് അണച്ചു തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിരിക്കും തോന്നുന്നു കണ്ടിട്ട്. എന്തൊക്കെയാലും നമുക്ക് മേളിൽ കയറി പോവാം. അപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമ്മൾ ഹനുമാൻ ഒരു മരുന്നിന് മല കൊണ്ടുപോയപ്പോഴുള്ള ചെറിയൊരു പാർട്സ് മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറയാം. വേണ്ട ഫുള്ളും കാണാം. ഓക്കെ, ഇതാണ്ട ഇവിടെ മൊത്തം പാറയാ. ഓക്കെ, അതുപോലെ ഇവിടെ വരുന്നവരുണ്ട് പ്ലാസ്റ്റിക് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കുക, അവിടെ കൊണ്ട് കളയാതെ. നമ്മളങ്ങനെ മേളത്തെ സ്റ്റെപ്പ് കയറാനായിട്ട് ഇതാ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിന് ഞാൻ പറയാം. നോർമലി എല്ലാവർക്കും അറിയാമാണ്.
നിങ്ങൾ അതായത് ഈ വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് കയറാതെ ഇസഡ് ബൈ ഇസഡ് ആയിട്ട് കയറാൻ നോക്കുക. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു മൂലയ്ക്കോട്ട് പോയിട്ട് അവിടുന്ന് അടുത്തൊരു മൂലയ്ക്ക് പോകുക. അതാകുമ്പോൾ വലിയ ടയർഡും വരത്തില്ല, വലിയ ക്ഷീണവും കാണത്തില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് കയറാം. കയറുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ഇറങ്ങുവാണെങ്കിൽ അതിനെ കട്ടിയായിരിക്കും. ഇതിനകത്തിപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നതിനെ കാട്ടി ഇറങ്ങുന്നതാണ് കുറച്ച് പാട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 50 പടി ഉണ്ടെങ്കിൽ 50 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇതുവരെ നടന്നു വന്നിട്ടുള്ളൂ. ഇത് മൊത്തം ഈ കല്ലിൽ തന്നെ കൊത്തി പണിഞ്ഞതാ കേട്ടോ. ഓക്കെ, ഇതിപ്പോ നമ്മൾ മേളിൽ വന്നപ്പോൾ ഒരു വ്യൂ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇതിനെ കാട്ടി അടുത്തൊരു കൊണ്ടറിങ്ങി മലയുടെ ഒരു ഹിൽസ് കയറുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തിനുണ്ടെങ്കിൽ കയറി നോക്കുക. അപ്പോൾ വരുന്നവരെ ശ്രദ്ധിക്ക്, ഏത് ഹിൽസ് നിങ്ങൾ കയറാനാണെങ്കിൽ പോലും ശരി, നിങ്ങൾ മാക്സിമം കയ്യിൽ വെള്ളമോ മുട്ട എന്തെങ്കിലും കയ്യിൽ കരുതി വെക്കുക. അതായത് ഇപ്പം ഇവിടെ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അടിസ്ഥാനം എന്നതുണ്ട്, ഈ കയറുന്നിടത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ തൊഴുതുണ്ട് നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങി വരാം. നിങ്ങൾക്ക് ഏറ്റവും മേളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിലിട്ട് നമുക്ക് മേളിൽ പോവാം. ഇപ്പോൾ കണ്ടോ എന്ത് മനോഹരമായ സ്റ്റെപ്പുകളാണ്. ഓക്കെ കണ്ടോ, അതിവിടെ വരെ ഈ മനോഹരമായ സ്റ്റെപ്പുകൾ ഇവിടെ വരെ ഉള്ളു. അപ്പൊ ഞാൻ ഈ ഒരു മല കണ്ടുപിടിക്കാൻ ഞാൻ 4 വട്ടം കറങ്ങിയത്. ഒടുവിൽ നമ്മളിതാ മരുത്തുമലയുടെ മേലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മോനെ ഇനി തുടക്കം. അയ്യോ, അയ്യോ. അപ്പൊ ഇവിടെ ഒരു പുണ്യവെള്ളം കേട്ടോ. ഇതാണ് ക്ഷേത്രമേ. പുറമേ ഉള്ളത് കാണിച്ചു തരാം. ഇവിടെ ഗണപതിയും അതുപോലെ ശിവനും പാർവതിയും നന്ദിയും അതുപോലെ ഒരു അഗത്തിയർ അവിടെ സൈഡിൽ നന്ദിയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുമ്പോൾ അഗത്തിയറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിനി അങ്ങോട്ട് യഥാർത്ഥ ട്രക്കിങ് സത്യം പറഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിവറും അഗത്തിയറും സഹിതം ഇവിടെ വന്ന് തപം ചെയ്തതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുവും തപം ചെയ്തതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുഹയാണ് നിങ്ങൾ ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോട്ടോയൊക്കെ വെച്ച് ഇപ്പോഴും പൂജവെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ഥലങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വന്ന് കാണുക എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ ഹിൽസ് കയറുമ്പോൾ തന്നെ. ഗുഹ തിരുമൂലരി ഗുഹ അങ്ങനെ പറഞ്ഞ കൂട്ടുണ്ടാവും നിങ്ങൾ ഗുഹ ഇത് ഒരു ഗുഹയാണ് കേട്ടോ. നമ്മൾ ത്രിമൂർത്തികളും അതുപോലെ നമ്മളെ ശ്രീനാരായണ ഗുരുവൊക്കെ ഇവിടെ വന്ന് തപം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കല്ലിനകത്ത് നിന്നുള്ള ഒരു കേട്ടോ ഇതുണ്ടോ. നമ്മൾ വിട്ടു കൊടുക്കില്ല, അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ മുമ്പേ കൊണ്ടുപോയന അത് വേറെ തിരുമൂല ഒരു പോണാ മേളിൽ പോയിട്ട് വാങ്ങും. ഇപ്പൊ നമ്മളെല്ലാം ഇതുണ്ടോ. ഇവിടെ നിന്ന് സ്റ്റെപ്പുകളൊക്കെ പിടിച്ചു വേണം കയറാൻ. ഇത് കഴിഞ്ഞപ്പോ ഇതുണ്ട്. ഇത് നമ്മള്
കുറച്ചുകൂടി സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള കല്ലിൽ തന്നെ വെട്ടിക്കുത്തിയ ശില്പങ്ങളാണ്. ഗണപതി, മുരുകൻ, പാർവതി എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. തീർന്നിട്ടില്ല, നമ്മൾ ഇനിയാണ് ഇതിൻ്റെ കടമ്പകൾ കടക്കാൻ പോകേണ്ടത്. കണ്ട ഇവിടം വരെ ഏകദേശം നമുക്ക് കുറച്ച് സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ട ഇങ്ങനെയാണ് അവസ്ഥ. കണ്ടെന്ന് വെച്ചാൽ കണ്ട ഇത് മൊത്തം പാറ. ഈ പാറയ്ക്ക് കയറി വേണം ഇനി അങ്ങോട്ട് പോകാൻ. ഓക്കെ, കൊണ്ടരങ്കി മലയിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് കുത്തനുള്ള കയറ്റമായിരുന്നു. പക്ഷെ ഇതുണ്ടോ, ഇത് അങ്ങനെയില്ല ഇങ്ങനെയില്ല, പാറയ്ക്ക് നടന്നു വേണം കയറാൻ. അപ്പോൾ ഇതിനൊരാൾ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കും, ഒരാൾ അനങ്ങാതെ. ഓക്കെ, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ബാഗിനകത്ത് ഒന്നുമില്ല കേട്ടോ. ടാറ്റാ, ഞാൻ മേളിൽ പോയിട്ട് വരാം. അവിടെ തന്നെ നിൽക്കുക ആശൻ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മേളിൽ പോവാ. ഓക്കെ, ഇതുണ്ട സിമ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കേട്ടോ എങ്ങും ഇവിടെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. ആണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴിയും പോകുന്നുണ്ട്. ഇതിവിടെ ഒരു ഗുഹ എന്തെങ്കിലും കാണുമായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇതാ, എനിക്ക് തോന്നുന്നു ഇത് ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഈ മഴക്കോള ഇതൊക്കെ മഴ സീസണൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പാറ കാര്യങ്ങളെല്ലാം ഇളക്കി വന്ന ഒരു വഴിയാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ മൊത്തം ഇങ്ങനെ വേണം കയറാൻ. അപ്പം ഞാൻ ഇച്ചിരി സമാധാനത്തിൽ കയറുവാണ്, എല്ലാം കാണിച്ചാണ് പോവാൻ. ഓക്കെ, കൊണ്ടരങ്ങ മലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റമാണ്, പക്ഷെ ഇത് അതിനപ്പുറം കേട്ടോ. വലിയ പാറയാ. ഈ വലിയ പാറ കടന്നു വേണം പോകാൻ. അതായത് ഒരു എന്താ പറയുന്ന വലിയ പാറ നടന്ന് വേണം കയറിപ്പോ. നോക്കി ഇത്ര വലിയ പാറയൊക്കെ ഇനി വന്ന് വീണതായിരിക്കാം ഒരു പക്ഷേ. നോക്കി ഈ വഴികൾ ഫുള്ളും കല്ലാല്, ഈ വരുന്ന മേളിൽ നിന്ന് വീണ പാറകളാൽ മൊത്തം വഴി ഇതായിട്ട് കിടക്കുക. ഓൾറെഡി ഈ പാറകളാണ് കിടക്കുന്നത്. ഇതൊക്കെ മേളിൽ നിന്ന് വീണതായിരിക്കാം. അതിനകത്ത് പോകുമ്പോൾ തന്നെ ലാൻഡ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലക്ഷ്മണനെ പരിക്ക് പറ്റിയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അഗത്യർ നമ്മളെ ഹനുമാൻ്റെ അടുത്ത് ഇന്ന മലയിൽ ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയുണ്ട്, ആ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അത് പറഞ്ഞതിനെ തുടർന്ന് ഹനുമാൻ അത് എടുക്കാൻ വേണ്ടി പോവുകയും, അപ്പോൾ ആ ഒരു മലയുടെ മേളിൽ നിന്ന് ഏതാണ്ട് ഇഷ്ടം പോലെ ഗുണമേന്മയുള്ള ചെടികളാണ്. അപ്പോൾ അതിനകത്ത് ഏത് ചെടിയാണെന്നുള്ളത് പേര് മറന്നു പോയതുകൊണ്ട് അദ്ദേഹം, അതായത് നമ്മളെ ഹനുമാൻ, ആ മല മൊത്തത്തിൽ അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോയത്. അപ്പോൾ ഏത് പേരാ ഓർമ്മയില്ലാത്തതുകൊണ്ട് കേട്ടോ. അതായത് ആ പേര് ഓർമ്മയില്ലാത്തത് കൊണ്ട് ആ ഇരിക്കുന്ന മല മൊത്തത്തിൽ എടുത്തുകൊണ്ട് വരികയും കൊണ്ടുവരുന്ന വഴിയിൽ അതിനകത്തുനിന്ന് ഒരു കാൽഭാഗം മാത്രമാണ് ഈ വീണ് കിടക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേളിൽ നമ്മുടെ ഹനുമാൻ്റെ ഒരു ശില്പമുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന വഴിയുണ്ടോ, ഇങ്ങനെ വേണം കയറിപ്പോവാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വയസ്സായവരൊന്നും തീർച്ചയായിട്ടും വരേണ്ട ആവശ്യമില്ല. വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 10, 100, 150 സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ തന്നെ ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതിട്ട് നിങ്ങൾക്ക് താഴെ പോവാം. അപ്പം ഇങ്ങോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. വേണ്ട, അയ്യോ കുറച്ചുകൂടി കയറി വരുമ്പോഴേ നമ്മളെ താഴെയും ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടി മേളോട്ട് വരുമ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ കഴിക്കാം, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എന്തെങ്കിലും കയ്യിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ മേടിച്ചെടുത്ത് വീഡിയോ എടുത്തിട്ട് ഉടൻ തന്നെ നമ്മൾ ഹനുമാനെ തൊഴുതിട്ട് തിരിച്ചിറങ്ങുവാണ്. അതുകൊണ്ട് ഈ കയറുന്ന കയറ്റം കണ്ടാൽ മോനെ അമ്മാരത്തെ കയറ്റമാണ് ഈ വരുന്നത്. ഓക്കെ, എന്താ പാറമേല് കടന്ന് 3 കൈയും പിടിച്ച് വേണം കയറാൻ.
വരുന്ന വിറപ്പം കണ്ട ഇത്രയും കയറ്റത്തിൽ ഒറ്റ അടിക്ക് കുത്തി കയറണം. കയറി വരുന്നത് ശ്രദ്ധിക്കുക. അയ്യോ, ഓക്കെ. അല്ലാതെ ഒക്കെ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വേണം കയറാൻ. അയ്യോ, അതായത് ഓരോ മലയും നമുക്ക് ഓരോ സ്ട്രെസ്, എന്താ പറയുക, ഓരോ കഷ്ടപ്പാടാണ് തരുന്നത്. കൊണ്ടറങ്ങി മലയിൽ കുത്തുകളെ കയറ്റാണ്, പക്ഷെ അതായത് കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കമ്പിയില്ല, ഒന്നുമില്ല. നമുക്ക് മൊത്തത്തിൽ പറയാ. ഓക്കെ, ഇവിടെ നിന്ന് വ്യൂ ഉണ്ടോ? ഇതുണ്ടോ? ഇവിടെ വരെ വന്നിട്ട് നമ്മൾ വീണ്ടും കയറുകയാണ്. ഓക്കെ, oh my god, അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ഉണ്ട് കേട്ടോ ഈ മലയൊക്കെ കയറുമ്പോഴേ. അതാണ് ഞാൻ അല്ലാതെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതിനും കാട്ടിയാണ് ഈ ഒരു ട്രക്കിങ്. അപ്പോൾ നിങ്ങൾ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കന്യാകുമാരി വരുന്നവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്ററാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വരാം. അല്ല, സുഖമായിട്ടൊന്നുമല്ല, വരുന്നവർ നിങ്ങൾക്ക് മേലിൽ കയറണം, ഇതേപോലെ അഡ്വഞ്ചറൊക്കെ പ്രതീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാം. ഇല്ലെങ്കിൽ താഴെ വന്നിട്ട് നിങ്ങൾക്ക് തൊഴിലിട്ട് പോവാം. ആൾക്കാരെല്ലാവരും നടന്നു വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാതെ നോക്കുക. അതായത് ടോപ്പിൽ തന്നെ ഡ്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കൊണ്ടുവെക്കാം. തീർന്നില്ല, തീർന്നില്ല, ഇനിയാണ് മോനെ ബാക്കി, അഭി ബാക്കി. സംഭവം കൊള്ളാം കേട്ടാ കയറുന്നത്. അപ്പോൾ വരുന്നവർ, വയസ്സായവരൊക്കെ വരുന്നവർ സൂക്ഷിക്കാൻ, വെളി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേട്ടോ, ഇതിപ്പോൾ ഈ ചെടിയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഹൈറ്റ് അറിയുന്നില്ല. കുറച്ചുകൂടി മേളിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ, ഓക്കെ. എന്താ പറയുക? ആ, കേരള കാമിച്ചേക്കാം എന്തോ. ഓക്കെ, ഇതുകൊണ്ടാ സാറേ നമ്മളിപ്പം അത്യാവശ്യം ഒരു നല്ല ഹൈറ്റ് കേട്ടോ. ഇനിയും കയറാനുണ്ട്.
ഏകദേശം ഇതിൻ്റെ ഒരു പകുതി മാത്രമേ നമ്മൾ കയറിയുള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ വരുന്നവർ പയ്യെ സമാധാനത്തിൽ കയറി വരാൻ നോക്കുക. പാറ ഇരിക്കും നോക്ക്. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി എവിടെ വന്നു കഴിഞ്ഞാലും അവിടെ ഇതേപോലെ പാറകളുള്ളതുകൊണ്ട് ഇരിക്കാൻ സുഖമാണ്. മൊത്തം പാറയാണ് കേട്ടോ. പാറയെ പിടിച്ച് വേണം കയറാൻ. അപ്പോൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക. കയ്യിൽ മുള്ളുണ്ട് കേട്ടോ. അത് സിഗ്നൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ മതി. മൊത്തം നമ്മൾ പാറ പിടിച്ച് ഉണങ്ങിയ ഒരു രക്ഷയില്ല. ഈ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുണ്ട്. അപ്പോൾ കാലിന് നമ്മൾ കൈ പിടിച്ച് കയറുന്നുണ്ട്, ഇങ്ങനെ കൈ പിടിച്ച് കയറുന്നുണ്ട്, മൊത്തം കയ്യിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ചെരുപ്പ് കൂടി ഇട്ട് വെക്കുക, നമ്മൾ കുറച്ചുകൂടി സേഫാ. നമുക്ക് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ റിസൾട്ട് ബേസിൽ നമുക്ക് നടന്നു പോയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇനിയും കയറാനുണ്ട് കേട്ടോ. വലിയ വലിയ പാറകളാണ്. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് വേണം അങ്ങോട്ട് കയറിപ്പോവാൻ. അവിടെ അടുത്തൊരു കുത്തനുള്ള കയറ്റമൊക്കെ. നമ്മളെ കൊണ്ടരങ്ങമലയും കാട്ടി കുറച്ചും കൂടി കഷ്ടമെന്ന് തോന്നുന്നു കേട്ടോ. എന്നുവെച്ചാൽ മൊത്തം പാറയാണ്. ഇവിടെ ഒത്തിരി വരുന്നവർ ഇവിടെ കാണിച്ചേക്കുന്നതാണ് മൊത്തം. വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഡ്രമ്മിൽ ആ പ്ലാസ്റ്റിക് ഇട്ട് ഒരു കുഴപ്പമില്ല. മേളിൽ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ മാത്രം മേളിൽ കൊണ്ടുവരും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും എത്തിച്ചിട്ടാണ് പോവാം. നമ്മൾ എത്ര മണിക്കായി കയറി എന്നുള്ള അറിയാൻ വയ്യ. എനിക്കൊന്നൊരു 7:30 ആയിക്കാണ് മിക്കവാറും. നമ്മളിതാ ഇതുണ്ടോ, തിരുവള്ള സ്റ്റാച്ചുവും ഇവിടുന്ന് മേളിൽ നിന്ന് തന്നെ എല്ലാം കാണിച്ചതാ. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം സൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും കാണിച്ചതാവേ. അപ്പോൾ നമ്മൾ മലയുടെ ഒരു 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളെ വീഡിയോ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും അത് കട്ടാവും. പിന്നെ വീണ്ടും ഓണാക്കണം. ആ സൗണ്ട് കേൾക്കുമ്പോൾ കേട്ടോ അറിയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഫുള്ളും സംസാരിച്ച് പോയേനെ.
ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പാറയുടെ ഇടയിൽ കൂടിയുള്ളൊരു വഴിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തേ നമ്മുടെ ഈ മഴ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം ഒഴുകി വരുമല്ലോ. ഈ വെള്ളം ഒഴുകി വരുമ്പോഴത്തേക്ക് തന്നെ വഴി തെളിഞ്ഞ് നടക്കുക. ഓ നിങ്ങളത് കണ്ടോ കൊച്ചമാരെ? ഓ ആളുകൾ വന്നുണ്ടോ? കണ്ടോ? അവിടം വരെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, പിന്നെ അവിടെ ഒരു നമ്മുടെ വ്യൂ പോയിന്റ്, അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് കൊണ്ടുണ്ട്. ഇവിടെ അതേപോലെ കൂടുതലും മലയാളികളാണ് കേട്ടോ വന്നിരിക്കുന്നത്. കയറാനുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയൊരു കാൽഭാഗം ഇല്ല, കുറച്ചുകൂടി കയറാനുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? നമ്മളെ കന്യാകുമാരി എല്ലാം ഇവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് കാണാം. ഓക്കെ, കൂടുതലും മൊത്തം തെങ്ങും തോട്ടങ്ങളാണ്, കൃഷിയിടങ്ങളാണ് മൊത്തം, വയലും അങ്ങനെ എക്സെട്ര. അതിനിടയ്ക്ക് നമ്മൾ സെൻട്രലായിട്ട് നമ്മളൊരു ബ്രിഡ്ജും പോകുന്നുണ്ട്, വേറെ ലെവല്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമ്മുടെ സൂം ചെയ്ത നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്ചുവും എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. നല്ലൊരു ത്രില്ലിങ് ആണ് കേട്ടോ സത്യം പറഞ്ഞ. ഓക്കെ, ഇങ്ങനെ കയറണം. എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ചതിനപ്പുറം ഉണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഉണ്ടോ, ഇപ്പം ഞാൻ സാധാരണ നമ്മൾ ഈ മൈക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓണാവും. അല്ല, 2 എണ്ണമല്ല, നമ്മൾ ഒരെണ്ണം ഓഫ് ചെയ്തിട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാലും വീണ്ടും അത് ഓൺ ചെയ്യും. നമ്മൾ കഴുകുമലയിൽ പോയപ്പോഴത്തേക്ക് എനിക്കൊരു പറ്റിയ അബദ്ധമാണ്. അതിനുശേഷം ഞാൻ ഒരെണ്ണം നമ്മളെവിടെയും വെച്ചിട്ട് ഒരെണ്ണം നമ്മളെ പോക്കറ്റിൽ വെക്കും. ഇതുണ്ടോ, പോക്കറ്റ് മൊത്തം വിയർത്തൊലിച്ച് അതിനുള്ള കയറ്റ. അപ്പോൾ നിങ്ങൾ ഈ കയറുന്നവരെ ശ്രദ്ധിക്കുന്നത് ഇതേപോലത്തെ ഇതുണ്ടോ, ഇതെല്ലാം ഇളകിയിരിക്കുക. ഇതൊന്നും പിടിച്ച് കയറരുത്, ഒരു മയത്തിലതിരിക്കുക. നമ്മളാ ഒരു വെയിറ്റ് പിടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതും പിടിച്ചിട്ട് താഴെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല തൂണുണ്ടോ, നല്ല ഉറപ്പുള്ള തൂണുണ്ടോ, ഇതൊക്കെ പിടിച്ച് നിങ്ങൾ കയറാൻ നോക്കുക. അയ്യോ 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 അയ്യോ, ഓ ഇനിയുണ്ടേ, ഇനിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ വെച്ചാൽ വരെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. നമ്മളിതിനകത്ത് കൂടുതലും സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതുവരെ കയറിയത് 1-2 എണ്ണമൊക്കെ ഹിൽസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ത്രില്ലിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പം 2ാമത്തെ കേട്ടോ, അതായത് 3000 ഫീറ്റിൽ നിന്നുള്ള കൊണ്ടറിങ് മല കയറിയതിന് ശേഷം പിന്നെ കയറുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നവർ ചെരുപ്പിട്ടൊക്കെ കയറാൻ കേട്ടോ. ഇതിനകത്ത് 3/4 ഭാഗം പേരും ചെരുപ്പിട്ടാണ് കയറുന്നത്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ചെരുപ്പിടാതെ കയറുന്നത്. അപ്പം മുള്ളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതായത് ഇതിനകത്ത് നമ്മൾ ഒന്നും വിടാതെ തന്നെ ഫുള്ളും കവർ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റിന് വീട്ടിൽ പോയിട്ട് വേണം എഡിറ്റ് ചെയ്തതിന് എല്ലാത്തിനും.
അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 7:30 സമയം ടൈമിങ്ങിലാണ് ഞാൻ കയറാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നല്ല വെയിലടിക്കുന്നതിന് ഇവിടെ തിരിച്ച് നമുക്ക് താഴെ ഇറങ്ങാം. അല്ലെങ്കിൽ വെയിലിട്ട് പൊളച്ചെടുക്കും നമ്മളെ. എന്തെങ്കിലും ബാഗിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ മറ്റേ പുതിയ ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഞാൻ അതങ്ങ് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നമ്മൾ ഓടുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല സ്ട്രെസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോഴേ അതുകൊണ്ട് ഗ്യാപ്പിട്ട് ഹെൽമെറ്റ് നമുക്ക് മാറ്റി യൂസ് ചെയ്യുന്നുള്ളൊരു പരിപാടിയില്ല. ഞാൻ അപ്പോൾ മറ്റേ പുതിയ ഹെൽമെറ്റ് എടുക്കണമെന്ന് പറഞ്ഞാണ് എടുത്തത് തന്നെ. எல்லாரும் பாப்பா போட்டோ எடுங்க பேண்ட் கிழிஞ்சிட்டான். இவங்க எல்லாரும் பார்ப்பாங்க. ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ പല ട്രക്കിങ്സ് വീഡിയോ ഒക്കെ കൂടുതൽ നമ്മളിടുന്നതാണ്. അതോടൊപ്പം ഒരു 3-4 ദിവസത്തെ ഒരു ലോങ് ട്രാവലിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം A to Z തിരക്കിയിട്ട് തന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റ് വെയിൽ ഈ ഒരു ദിശ അടിക്കുന്നുണ്ട്. ഫേസ് ചിലപ്പം ഡാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനൊരു കുറച്ചും കൂടി ഉള്ളു. അച്ഛനെ നോക്കിയേ, എത്ര ഫീറ്റാണെന്ന് അറിയാം. ഏകദേശം ഒരു 3000 ഫീറ്റിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മളാ ഓക്കെ, അതെ വീണ്ടും കട്ടായി. അപ്പോൾ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുക, എന്താണെന്ന് അറിയത്തില്ല. വ്യൂ ഒക്കെ വേറെ ലെവല്, ഒരു രക്ഷയില്ല. എനിക്ക് ഇവിടുന്ന് അത്ര സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാവരും. ഇതുണ്ടോ, ഞാൻ ഒന്നുകൂടി പോകണ്ടേ, അതുണ്ടോ തിരുവല്ല സ്റ്റാച്ചു. നമ്മുടെ ഒരു ക്ഷേത്രം അവിടെ മേളാണ് കേട്ടോ. മേളി വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കേവ് ഉണ്ട്, കേവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കയറി വന്നിട്ട് വലിയ ഫോഴ്സ് ഇട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാലും നിർത്തിയാണ് കേട്ടോ പോകുന്നത്. എൻ്റെ തൊണ്ട ചെറുതായിട്ട് അടഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്കും തണുപ്പ് മൊത്തം കൊണ്ടതാണ് ബൈക്കിനകത്ത്. ബൈക്കിനാണല്ലോ, സോളോ റൈഡാണ്, വരുന്നുണ്ട്. ആയിരിക്കുന്ന തണുപ്പും കാര്യങ്ങളെല്ലാം കൊണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റം കൂടി കയറി സംസാരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കുള്ള, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെരുപ്പൊക്കെ ആണ് ഇവിടെ ഊരിയിട്ടിട്ടേ നമുക്ക് മേലോട്ട് വരാം. ഈ തറയ്ക്ക് ഈ പാറയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ.
അപ്പൊ കറി ചെറുതാക്കാം. യെസ്. നമ്മളങ്ങനെ ഒടുവിൽ നമ്മുടെ ഹനുമാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചെരുപ്പില്ലാതെ കയറുമ്പോഴേ നല്ലൊരു പിടുത്തം കിട്ടുന്നുണ്ട്. ചെരുപ്പിട്ട് കയറുമ്പോഴാണ് ഇതെന്താ ഫോൺ. പ്രസാദം. മലയുടെ മുകളിൽ നിന്നുള്ള ഏറ്റവും കിടിലൻ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ഹനുമാനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് പില്ലർ കേവാണ് താഴെ ഉള്ളത് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇത് നമ്മൾ പില്ലർ കേവ് ആണ് കേട്ടോ. എനിക്ക് വഴിക്കൂടെ അതാണോ പോകാൻ. Oh my God. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ കഷ്ടിച്ച് ഒരാൾക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കയറി പോകാൻ പറ്റുമോ അറിയാൻ വയ്യ. നോക്കാം. അയ്യോ, ഇവിടെ ഒരു ഗുഹകളാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ചാര ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോണം. ഓക്കെ, ഞാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നേരെ ഇനിയിപ്പോൾ അടുത്ത നമുക്കിനി ഇറങ്ങാനുള്ള സമയമായി. നമ്മളിപ്പോൾ ഇവിടുന്ന് മേളിൽ കയറി ഏതാണ്ട് 1.25 മണിക്കൂറായി ഇതുവരെ. നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് എത്ര മണിക്കൂർ നമുക്ക് നോക്കാം. ഹലോ മച്ചന്മാരെ, അവിടെ ഈ സൈഡിൽ കൂടെ നടന്നു പോകണം കേട്ടാ, ഈ ഒരു വ്യൂയിലോട്ട്. ഓക്കെ, ഇതാട്ടോ ഇത് 1, 2 രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 2 ഗുഹയാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പാറ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു വഴിയുണ്ട്. ആ വഴിയാണ് എല്ലാവരും കയറി വരുന്നത്. കുറേയൊക്കെ മാത്രമേ കഷ്ടിച്ച് കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൽ മൊത്തത്തിൽ സ്റ്റോറേജ് ഫുള്ളായി. ഇനി അതിന് സെപ്പറേറ്റ് പെട്രോളൊക്കെ മേടിച്ചത് എല്ലാം അവൻ്റെ